ഹായ് ഫ്രണ്ട്സ്, ഇന്ന് +2 റിസൾട്ട് വന്നു. അപ്പോൾ ഫെയിലായി പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, ഇതിലൊന്നും വലിയ കാര്യമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് എഴുതിയിട്ട് പാസ്സാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഫെയിലായതിന് കുറേ റീസൺസ് ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലായിരിക്കും, +2 മൊത്തം കളിച്ച് നടന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് എടുത്തത് പാരൻസൊക്കെ നിർബന്ധിച്ചത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടായിരിക്കും നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ എക്സാം ഭയങ്കര ടഫ് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇതിലേതെങ്കിലും റീസൺ കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ ഫെയിലായിട്ടുണ്ടാവുക. പക്ഷേ ആ റീസൺ എന്തായാലും അതൊന്നും ഇനി നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതുക, നമ്മൾ +2 പാസ്സാവുക. അത് മാത്രം നിങ്ങളിപ്പോൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇനിയും പഠിച്ചിട്ട് എക്സാം പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ തന്നെ ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റില്ല, ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലിയിൽ തന്നെ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകാനൊന്നും പറ്റില്ല നല്ലൊരു എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാം എഴുതിയിരിക്കണം, അത് പാസ്സായിരിക്കണം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ, ജൂണിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇത്രയും നാൾ നിങ്ങൾ പഠിക്കാത്തതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ടിട്ട് ഇന്ന് മുതൽ പഠിക്കും, പാസ്സാവും എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് തുടങ്ങാം. എക്സാമിനേഷൻ്റെ റിസൾട്ട് എപ്പോഴും ഡിഗ്രി അഡ്മിഷൻ്റെ മുൻപേ തന്നെ വരാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവസരം മിസ്സാവില്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഡിഗ്രിക്ക് വേറെ കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു ഇയർ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് +1 അല്ലെങ്കിൽ +2 എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷം പോവും. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഫെയിലായി എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കളിയാക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങൾ പാസ്സായി എന്ന് അവരോട് പറയാം. എന്നിട്ട് നിങ്ങൾ +2 എക്സാം എഴുതി പാസ്സാകുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, അതിൻ്റെ ഫീസ് എത്രയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ നോട്ട്സൊക്കെ വാങ്ങിച്ച് വെക്കണം എല്ലാവരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് +2 ഫെയിലായി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക പാസ്സാവാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലും പാസ്സാവാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് SSLC ക്വാളിഫിക്കേഷന് പറയുന്ന കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോവാം. അതിലൊന്നാമത്തേത് ITI കോഴ്സുകളാണ്. ITI കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് SSLC ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ITIയിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ പഠിക്കാൻ വേണ്ടി പോവാം. പോളിടെക്നിക്കിലും SSLC ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും പഠിക്കാം. പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അങ്ങനെ കുറേ വിഷയങ്ങളിലുള്ള ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് സ്കില്ലും അതുപോലെ തന്നെ ഇൻട്രസ്റ്റുമുള്ള കോഴ്സ് മാത്രം സെലക്ട് ചെയ്യാൻ തീരുമാനിക്കാം. +2 ആരെങ്കിലും ഇഷ്ടമല്ലാത്ത കോഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് ഇനിയും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സുകളോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ SSLC ക്വാളിഫിക്കേഷൻ പറയുന്ന കോഴ്സുകളൊക്കെ പഠിക്കാം. അല്ലാതെ ആരും പഠിക്കാതിരിക്കുകയോ ഇതിൻ്റെ പേരിൽ ഡെസ്പായി പോകാനൊന്നും പാടില്ല. അപ്പോൾ എക്സാമിൻ്റെ കാര്യം ആരും മറക്കണ്ട, ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാവും, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിന് +2 സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.